ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജ്യാമിതീയ രൂപങ്ങളുടെ ഒരു 3D ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. 3D ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാനിതാ 3D ഷേപ്സ് നമ്മൾ PSCക്ക് സാധാരണ ചോദിക്കുന്ന ഷേപ്പുകളൊക്കെ 3Dയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഒന്ന് വിഷ്വലായിട്ട് പഠിക്കാൻ ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് 3D ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല നമ്മൾ PSCക്ക് ചോദിക്കുന്ന ഷേപ്സ് 2D ഷേപ്സ് ഉണ്ട്, 3D ഷേപ്സ് ഉണ്ട്. ഇത് അർദ്ധവൃത്തമുണ്ട്. അർദ്ധവൃത്തത്തിന്റെ ഉപരിതല വിസ്തീർണം, അതുപോലെ ഗോളത്തിന്റെ വ്യാപ്തം, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ PSCക്ക് സാധാരണ കണ്ടുവരുന്നതാണ്. അതുപോലെ ഇത് കോണാണ്. കോണിൻ്റെത് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒരു ക്യൂബിന് പെയിന്റ് അടിക്കുന്ന ചോദ്യങ്ങൾ, ക്യൂബിന്റെ ഒരു വശം ഇരട്ടിയായി കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തത്തിൽ എന്ത് വ്യത്യാസം വരും എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. അതുപോലെ 2D ഷേപ്സ് ഉണ്ട്. ട്രയാങ്കിൾ ആണെങ്കിൽ സർക്കിള്, സ്ക്വയർ, അങ്ങനെയുള്ള ഷേപ്സ് ഒക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് എല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ട്രയാങ്കിൾ ആണ് പറയുന്നത്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞ പേര് തന്നെയുണ്ട്, ട്രൈ ആംഗിൾ. 3 ആംഗിൾ ഉള്ള ഷേപ്പാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം കണ്ടാൽ, ഷേപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ആംഗിൾ ആണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അങ്ങനെ 3 ആംഗിൾ ഉണ്ട്. അതുപോലെ അതിന് 3 വശങ്ങളുണ്ട്. ഒരു വശം A, അടുത്തത് B, മൂന്നാമത്തത് C. അത് കൂടാതെ ഒരു സാധാരണ ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹൈറ്റ് കൂടെ ഉണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിൽ നിന്ന് ഏറ്റവും ഉയർന്ന പോയിന്റിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന അളവാണ്, ആ ദൂരമാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം 3 സാധനങ്ങൾ എയും ബിയും സിയും വശങ്ങളും, 3 വശങ്ങളും ഹൈറ്റുമാണുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ ചുറ്റളവ് ചോദിക്കാറുണ്ട്, പരപ്പളവ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ചുറ്റളവും പരപ്പളവും ഒക്കെ തന്നിട്ട് അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ പ്രധാന ഇക്വേഷൻസ് ഒന്ന് ചുറ്റളവാണ്. ചുറ്റളവ് കാണാൻ അതിന്റെ ചുറ്റുമുള്ള 3 വശങ്ങളും കൂട്ടിയാൽ, എയും ബിയും സിയും കൂട്ടിയാൽ അതിന്റെ ചുറ്റളവ് കിട്ടും. പരപ്പളവ് കാണാനാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതിന്റെ ബേസിന്റെ നീളം ഇൻറ്റു അതിന്റെ ഹൈറ്റ്, അതിനെ ഹാഫ് കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ പരപ്പളവ് കിട്ടി. ഇതൊരു സാധാരണ ട്രയാങ്കിൾ, സാധാരണ ത്രികോണം. അടുത്തത് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. എന്താണ് ഒരു സമഭുജം എന്ന് പറയുന്നത്? എല്ലാ ഭുജങ്ങളും അല്ലെങ്കിൽ എല്ലാ വശങ്ങളും സമമായിട്ടുള്ള ഒരു ത്രികോണത്തിനെയാണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം സമമായതുകൊണ്ട് നമുക്ക് എന്ത് വെച്ചാൽ മതി? എല്ലാത്തിനും ഒരു ലെറ്റർ മതി. A എന്നൊരു ലെറ്റർ കൊണ്ട് എല്ലാ വശങ്ങളെയും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതിന്റെ ഇക്വേഷൻസ്, ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള 3 വശങ്ങളും കൂട്ടുക. അപ്പൊ 3 തവണ A കൂട്ടിയാൽ എന്ത് കിട്ടും? 3A കിട്ടും. അപ്പൊ ചുറ്റളവ്, ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 3A ആണ്. അതിന്റെ പരപ്പളവ്, ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? √3/4A². അതാണ് ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. ഓക്കെ, ഇത് ആദ്യത്തെ ത്രികോണത്തിന്റെ ഇക്വേഷനിനകത്ത് തന്നെ ഈ എക്കും ബിക്കും സിക്കും പകരം 3നും A തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഓരോന്നിനും കാണാതെ പഠിക്കേണ്ട കേസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒറ്റ ഇക്വേഷൻ തന്നെ വെച്ച് എല്ലാ ത്രികോണത്തിനും കണ്ടുപിടിക്കുന്നതിന് പകരം ഓരോ പ്രത്യേകതകളുള്ള ത്രികോണം, ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? സമഭുജമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിനൊരു ഇക്വേഷൻ. ഇനി അടുത്തത് സമപാർശ്വം വരുന്ന സമയത്ത് അതിനൊരു ഇക്വേഷൻ വരും. അപ്പൊ സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ എന്താണ്? പാർശ്വങ്ങൾ സമമാവാം. പാർശ്വം എന്ന് പറഞ്ഞാൽ ഈ 2 വശങ്ങളെയാണ് പാർശ്വം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് സമമാവുന്നു. അപ്പൊ അതിന് രണ്ടും നമുക്ക് എന്ത് കൊടുക്കാം? A കൊടുക്കാം. സമമല്ലാത്ത മൂന്നാമത്തെ വശത്തിന് നമുക്ക് B കൊടുക്കാം. അങ്ങനെ ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ചുറ്റളവും പരപ്പളവും. ചുറ്റളവ് കാണാൻ നമ്മൾ പറഞ്ഞ പോലെ ചുറ്റുമുള്ള 3 വശങ്ങൾ കൂട്ടുക. A + A + B എന്ന് പറയുമ്പോൾ 2A + B ആണ് അതിന്റെ ചുറ്റളവ്. പരപ്പളവ് കാണാൻ ഉള്ള ഇക്വേഷൻ B/4 × √4A² - B². ഇപ്പൊ ഒരു സമപാർശ്വ ത്രികോണമാണെങ്കിൽ എന്ത് കിട്ടി? അതിന്റെ 2 ഇക്വേഷൻസ് കിട്ടി. ഇനി അടുത്തത്, ഇപ്പൊ 3 വശങ്ങൾ ഉള്ളതാണ് ഇപ്പൊ പറഞ്ഞ 3 ഏതൊക്കെയാണ്? ഒന്ന് സാധാരണ ത്രികോണം, പിന്നെ സമഭുജ ത്രികോണം, പിന്നെ സമപാർശ്വ ത്രികോണം. ഇനി 4 വശങ്ങളുള്ള ഷേപ്പാണ്, ചതുരമാണ്. ചതുരം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ, ഇംഗ്ലീഷിൽ റെക്ടാങ്കിൾ. അതിന് ചതുരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വശം L, അടുത്ത വശം B, അത് ഈക്വൽ അല്ല, രണ്ടും രണ്ടളവായിരിക്കും. അങ്ങനെയുള്ളതിനാണ് ചതുരം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ പ്രത്യേകത, അതിന് 4 റൈറ്റ് ആംഗിൾസ്, 90 ഡിഗ്രി ഉള്ള 4 കോണുകൾ ഉണ്ടാവും. ഓക്കെ,
അപ്പൊ അതിനെന്തുണ്ട്? ചുറ്റളവുണ്ട്, പരപ്പളവുണ്ട്. ഇത് കൂടാതെ ഒരു അളവ് കൂടെ ഉണ്ട്, വികർണം. അതായത് ഇതിന്റെ ക്രോസ് ആയിട്ട് കടന്നു പോകുന്ന ലെങ്തിനെയാണ് എന്ത് പറയുന്നത്? വികർണം എന്ന് പറയുന്നത്. അത് ഞാനൊന്ന് വരച്ച് കാണിക്കാം. വരയ്ക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വികർണം എന്ന് പറയുന്നത്. അതിനെ നോർമലി ഡി എച്ച് അല്ല ഡി എന്നുള്ള ലെറ്റർ വെച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സമയത്ത് ക്യാപിറ്റൽ ഡി യൂസ് ചെയ്യാറുണ്ട്. ഇത് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വികർണം കാണാനുള്ള ഇക്വേഷനും കൂടെ എന്തിനകത്ത് വരും? ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരത്തിനകത്ത് വരും. ഓക്കെ, അടുത്തത് ഷേപ്പിലേക്ക് പോകാം. അല്ല, ഇതിന്റെ ചുറ്റളവ് പരപ്പളവ് പറഞ്ഞില്ലല്ലോ. ചുറ്റളവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുമുള്ള 4 വശങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു എൽ ഉണ്ട്, താഴെയും എൽ തന്നെയായിരിക്കും. അപ്പൊ 2 എല്ലും 2 ബിയും വരും. അപ്പൊ 2 ഇൻറ്റു എൽ പ്ലസ് ബി, അതാണ് അതിന്റെ ചുറ്റളവായിട്ട് വരുന്നത്. ഇനി പരപ്പളവ് ആവുന്ന സമയത്തോ, പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുത്താൽ കഴിഞ്ഞാൽ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആയി. ഇനി വികർണം കാണാനുള്ള ഇക്വേഷൻ, ട്രയാങ്കിളിനൊന്നും ഇല്ലായിരുന്നു, ഇത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ വികരണം കാണാൻ ഇക്വേഷൻ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ക്യാപിറ്റൽ വേണമെന്നില്ല, സ്മോൾ ലെറ്റർ എഴുതിയാലും മതി. റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ അത് ചതുരമാണ്. അടുത്ത 4 വശങ്ങളുണ്ട്, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ വശങ്ങളെല്ലാം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ചതുരത്തിനൊരു സമം കൂടെ വരും, സമചതുരം എന്ന് വിളിക്കും. കാരണം വശങ്ങളെല്ലാം സമമാണ്. ഇംഗ്ലീഷിൽ സ്ക്വയർ എന്ന് വിളിക്കും. അതിന് ചുറ്റളവ് നമ്മൾ നേരത്തെ എഴുതുപോലെ തന്നെ 4 വശങ്ങൾ തമ്മിൽ കൂട്ടുക. 4 വശങ്ങൾ കൂട്ടി കഴിഞ്ഞാൽ 4ഉം എ ആയതുകൊണ്ട് ചുറ്റളവ് 4a എന്ന് കിട്ടും. പരപ്പളവ് നീളം ഇൻറ്റു വീതി തന്നെയാണ് ഇവിടെ. ഇവിടെ നീളവും വീതിയും ഈക്വൽ ആയതുകൊണ്ട് എ ഇൻറ്റു ബിക്ക് പകരം എ ഇൻറ്റു എ വരും. അപ്പോൾ എ സ്ക്വയർ വരും. അപ്പൊ ഒരു സ്ക്വയറിനകത്ത്, ഒരു സമചതുരത്തിനകത്ത് പരപ്പളവ് അഥവാ ഏരിയ കാണുമ്പോൾ എ സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിന്റെ വേറൊരു ഇക്വേഷൻ ആണ് എന്ത്? ഡി സ്ക്വയർ ബൈ 2. ഓക്കെ, നേരത്തെ നമ്മൾ വികരണം കാണാനുള്ള ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ വികരണം കാണാനുള്ള ഇക്വേഷൻ ഇതിനകത്തുണ്ട്. വികരണം കാണാൻ എ റൂട്ട് 2 ആണ്. ഇതിൽ വികരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് ആയിട്ടുള്ള ഈ ഒരു അളവാണ് വികരണം. അപ്പോൾ ഒരു സമചതുരത്തിന്റെ വികരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ റൂട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഷേപ്പിലേക്ക് പോവാം. അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സാമാന്തരികം ആണ്. ഒരു സാമാന്തരികത്തിന് എന്തൊക്കെയുണ്ട്? സാമാന്തരികം, ഇതാണ് സാമാന്തരികം എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെയുണ്ട്? അതിന് ഇങ്ങനെ ഒരു അളവുണ്ട്, ബി എന്ന് നമ്മൾ ഇപ്പോൾ ഡിനോട്ട് ചെയ്ത അളവുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള ഈ ഒരു അളവുണ്ട്, എ എന്ന് ഡിനോട്ട് ചെയ്തത്. ഈ ബി തന്നെ ആയിരിക്കും ഈ താഴെയും വരുന്നത്, ഈ എ തന്നെ ആയിരിക്കും ഈ സൈഡിലും വരുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഈക്വൽ ആയിരിക്കും ഒരു സാമാന്തരികത്തിന്. അതുപോലെ ഇതിന് ഹൈറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ ത്രികോണത്തിന്റെ കാര്യം, ട്രയാങ്കിളിന് പറഞ്ഞ പോലെ ഇതിനും ഹൈറ്റ് ഉണ്ട്. ഇനി ഇതിന്റെ ഇക്വേഷൻസ് നോക്കാം. ഇക്വേഷൻസിന് ചുറ്റളവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുമുള്ള 4ഉം കൂടെ കൂട്ടുക. അപ്പൊ 2 ബിയും 2 എയും കൂട്ടിക്കഴിഞ്ഞാൽ 2 ഇൻറ്റു എ പ്ലസ് ബി. അതുപോലെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ബി എച്ച് ആണ്. നമ്മൾ നേരത്തെ ട്രയാങ്കിളിന് ഹാഫ് ബി എച്ച് ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ ബി എച്ച് ആണ്. ഒരു സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാമിന്റെ ഏരിയക്ക് ബി എച്ച് ആണ്. ചുറ്റളവാണെങ്കിൽ 2 ഇൻറ്റു എ പ്ലസ് ബി. എ എന്താണ്? ഈ വശമാണ്, ബി എന്നത് മേളിലുള്ള വശമാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അതായത് ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് വിചാരിക്കാം. ഒരു റെക്റ്റാങ്കിൾ ചെരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത്, അല്ലെ? ഇത് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു റെക്റ്റാങ്കിൾ. എന്താണ്? റെക്റ്റാങ്കിൾ ഇങ്ങനെ ചെരിഞ്ഞു ഇരിക്കുന്നതിനാണ് നമ്മൾ സാമാന്തരികം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ശ്രദ്ധിക്കാൻ പറ്റും? ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഉണ്ടാവുന്ന ചുറ്റളവ് തന്നെയായിരിക്കും എന്ത്? ഒരു സാമാന്തരികമാകുമ്പോൾ ചെരിയുന്ന സമയത്ത് അതിന്റെ ചുറ്റളവ് മാറുന്നില്ല, അതിന്റെ വശങ്ങളുടെ നീളം എന്താവുന്നില്ല? മാറുന്നില്ല. അതുകൊണ്ട് അതിന്റെ ചുറ്റളവ് ഒരു റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് തന്നെയായിരിക്കും കിട്ടുക. പക്ഷെ പരപ്പളവിന്റെ കാര്യം എന്താണ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണ്ടോ, ഇതിന്റെ വശങ്ങൾ മാറുന്നില്ലെങ്കിൽ പോലും അതിന്റെ അകത്തുള്ള ഏരിയ കണ്ടോ കുറഞ്ഞു വരുന്നത്. അപ്പൊ പരപ്പളവ് മാറും.
പക്ഷേ ഒരു റെക്ടാങ്കിളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സാമാന്തരികത്തിന് എന്ത് മാറില്ല? ചുറ്റളവ് മാറില്ല. നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതാണ് ഇങ്ങനെ ഒരു വിഷ്വലി കാണിച്ചാലുള്ള ഒരു ഗുണം അതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് സാമാന്തരികം ആണ്. സാമാന്തരികത്തിന്റെ മറ്റൊരു വേരിയേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാമാന്തരികത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? റെക്ടാങ്കിളിന്റെ ഈ ഒരു ഷേപ്പ് മാറുന്നതനുസരിച്ച് അതിന്റെ ചുറ്റളവ് മാറില്ല, പക്ഷെ അതിന്റെ ഏരിയ മാറുമെന്ന് പറഞ്ഞു. അടുത്തത് സമഭുജ സാമാന്തരികമാണ്. സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞതിൽ തന്നെ ഉണ്ട് സമഭുജം. സമഭുജ ത്രികോണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഭുജങ്ങളൊക്കെ സമമായിരിക്കും. സാമാന്തരികമാണെങ്കിലും അതിന്റെ 4 ഭുജങ്ങളും ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റെക്ടാങ്കിൾ ആണെന്ന് വിചാരിക്കുക, ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. സ്ക്വയർ ആവുന്ന സമയത്ത് അതിന്റെ 4 ഭുജങ്ങളും തുല്യമായതുകൊണ്ട് അതിന്റെ ചുറ്റളവ് എന്താണ്? 4a ആണെന്ന് പറഞ്ഞതുപോലെ സാമാന്തരികം സമഭുജ സാമാന്തരികമാവുന്ന സമയത്തും എന്താണ്? അതിന്റെ ചുറ്റളവ് 4a തന്നെയാണ്, അത് മാറുന്നില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിന്റെ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഏരിയയിൽ എന്ത് വരുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ഏരിയക്കുള്ള ഇക്വേഷൻ, അതായത് പരപ്പളവിന്റെ ഇക്വേഷൻ ½ d1 d2. അതായത് നമ്മൾ നേരത്തെ ത്രികോണത്തിന് പറഞ്ഞ പോലെ ഇതിനും എന്തുണ്ടെന്ന് മനസ്സിലാക്കുക? ഡയഗണൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്ന 2 ഡയഗണൽ ഉണ്ട്. അതിന്റെ എന്തുകൊണ്ട് 2 ഡയഗണൽ പറഞ്ഞത്? നമ്മളൊരു ഒരു സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഒരു ഡയഗണൽ ഇങ്ങനെ പോകും, മറ്റേ ഡയഗണൽ ഇങ്ങനെ പോകും. പക്ഷെ രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ ഒരു റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികമാണെങ്കിൽ അതിന്റെ 2 ഡയഗണലിന്റെയും നീളത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കും. അതുകൊണ്ടാണ് ഒന്ന് d1 ഒന്ന് d2. ആ 2 ഡയഗണൽ വെച്ചിട്ടാണ് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണ്? ½ d1 d2. ഡയഗണൽ 1 ഡയഗണൽ 2 അതിനെ ഒരു ഹാഫ് കൊണ്ട് ഗുണിക്കുക. പക്ഷെ ചുറ്റളവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വശങ്ങൾ കൂട്ടിയത് തന്നെയാണ്. ഓക്കെ, അപ്പൊ സമഭുജ സാമാന്തരികം കഴിഞ്ഞു. അടുത്തത് എന്താണ്? അടുത്തതാണ് ലംബകം. ലംബകം എന്താണ്? നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലംബകം ഇംഗ്ലീഷിൽ എന്ത് പറയും? ട്രപ്പീസിയം എന്ന് പറയും. അതിന് എന്തുണ്ട്? 4 വശങ്ങളുണ്ട്. പക്ഷെ 4 വശങ്ങളും ഡിഫറെന്റ് ആണ്. ABCD എന്നിവയാണ് 4 വശങ്ങൾ. അപ്പൊ അതിന്റെ ചുറ്റളവ് 4ഉം കൂടെ കൂട്ടിയാൽ a+b+c+d വരും. പക്ഷെ പരപ്പളവ് അഥവാ ഏരിയ കാണുന്ന സമയത്ത് നമുക്ക് നേരത്തെ ത്രികോണത്തിന് പറഞ്ഞതുപോലെ ഇതിനും എന്ത് വേണ്ടി വരും? ഒരു ഹൈറ്റ് വേണ്ടി വരും. ആ ഹൈറ്റും എയും ബിയും കൂടെ ഗുണിച്ചാൽ, എയും ബിയും കൂടെ കൂട്ടുന്നു, ഹൈറ്റ് കൊണ്ട് ഗുണിക്കുന്നു, അതിനെ ഹാഫ് കൊണ്ട് ഗുണിക്കുന്നു. ഹാഫ് ഇൻറ്റു a+b ആണ് എന്ത്? ഒരു ലംബകത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്തത് സർക്കിളാണ്. അടുത്തത് വൃത്തം അഥവാ സർക്കിളാണ്. വൃത്തത്തിന് എന്തുണ്ട്? ആരമുണ്ട്, അതുപോലെ വ്യാസമുണ്ട്. ആരം എന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്നുള്ള ദൂരമാണ്. സെൻട്രലിൽ നിന്ന് അതിന്റെ അറ്റത്തേക്കുള്ള ദൂരമാണ് ആരം എന്ന് പറയുന്നത്. ആരത്തിന്റെ ഡബിൾ ആണ് എന്ത്? വ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കാൻ പറ്റും. ചുറ്റളവിന്റെ ഇക്വേഷൻ നമ്മൾ കാണുന്നതാണ് 2πr, അല്ലെങ്കിൽ 2r ചേർന്നതാണ് അതിന്റെ വ്യാസം എന്നുള്ളത് കൊണ്ട് 2rന് പകരം d ഇട്ട് കൊടുത്താൽ πd എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പരപ്പളവാണെങ്കിലോ πr² ആണ് അതിന്റെ ഇക്വേഷൻ. അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഈ വൃത്തവും പിന്നെ നമ്മളെ സിലിണ്ടറും തമ്മിലൊരു ബന്ധം വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ആവശ്യം വരും? ഈ πr² നമ്മൾ ഒന്നുകൂടെ കാണും. ആ സമയത്ത് അത് ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അടുത്ത ഷേപ്പ് ഏതാണ്? അർദ്ധവൃത്തമാണ്. അർദ്ധവൃത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് അർദ്ധവൃത്തം. അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ പകുതി എന്നാണ് അർത്ഥം. ഒരു വൃത്തം ഇതാണെങ്കിൽ ഇത് അതിന്റെ പകുതിയാണ്. ഓക്കെ, അപ്പൊ അർദ്ധവൃത്തത്തിന്റെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചുറ്റളവ് നമ്മൾ നേരത്തെ പറഞ്ഞ വൃത്തത്തിന്റെ 2πr ആണെങ്കിൽ ഇതിന് πr+d ആണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് πr എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വൃത്തത്തിന്റെ ചുറ്റളവിന്റെ പകുതിയാണ്. അതായത് നേരത്തെ നമ്മൾ 2πr ആണ് ഒരു വൃത്തത്തിന്റെ പറഞ്ഞതെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ πr കിട്ടും. അതായത് ഇങ്ങനെയാണ് ഒരു വൃത്തമെങ്കിൽ അതിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ ആ പകുതി വരുന്ന സമയത്ത് എന്ത്? ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് എത്ര വരും? ടോട്ടൽ 2πr ആണെങ്കിൽ ഈ ഒരു ആർക്ക് എന്ത് വരും? πr വരും. പക്ഷെ അതുകൊണ്ട് തീരില്ല. ഈ നടുവിലൊരു ഭാഗം കൂടെ വരുന്നത് കൊണ്ട് അതെന്താണ്? അത് ആരത്തിന്റെ ഇരട്ടിയായിട്ടുള്ള
വ്യാസമാണ് d. അപ്പൊ പൈ ആർ പ്ലസ് ഡി അതിന്റെ ചുറ്റളവ് വരും. പക്ഷെ പരപ്പളവ് എടുക്കുന്ന സമയത്ത് നേരത്തെ ഉള്ളതിന്റെ പകുതി ഏരിയ പകുതി ഹാഫ് പൈ ആർ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ അർദ്ധവൃത്തത്തിന്റെ ചുറ്റളവും പരപ്പളവും കിട്ടി. ഇനി അടുത്ത ഷേപ്പിലേക്ക് പോവാം. അടുത്ത ഷേപ്പ് എന്ന് പറഞ്ഞാൽ 2D ഷേപ്പ് അല്ല, അടുത്തത് 3D ഷേപ്പ് ആണ്. 3D ഷേപ്പിൽ ആദ്യത്തെ നമ്മൾ എന്ത് വരുന്നത്, ചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബോയിഡ് ആണ് എടുക്കുന്നത്. ഓക്കെ, ചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബോയിഡിന് എന്തുണ്ട്, നീളമുണ്ട്, അതായത് L കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന നീളമുണ്ട്, അതുപോലെ എന്തുണ്ട്, വീതിയുണ്ട്, ബ്രെഡ്ത്ത് B കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന വീതിയുണ്ട്, അതുപോലെ അതിന് എന്തുണ്ട്, ഹൈറ്റ് ഉണ്ട്. അങ്ങനെ 3 അളവുകളാണ് എന്തുള്ളത്, ഒരു ചതുരക്കട്ടയ്ക്കുള്ളത്. അത് വെച്ചിട്ട് അതിനെ എന്തൊക്കെ കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ വിസ്തീർണവും ചുറ്റളവുമാണെങ്കിൽ ഒരു 3D ഷേപ്പിന് എന്തൊക്കെയാണ്, ഉപരിതല വിസ്തീർണമുണ്ട്, വ്യാപ്തമുണ്ട്, അതുപോലെ അതിന് വികർണം ഉണ്ട്. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉപരിതലങ്ങളെല്ലാം കൂടെ ഇതിന് എത്ര ഫേസ് ഉണ്ടോ അതിന്റെ എല്ലാം വിസ്തീർണങ്ങൾ കൂടിയതാണ്. അത് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. 1, 2, 3, അങ്ങനെ 4, 5, 6, അങ്ങനെ 6 ഫേസുകളാണ് ഇതിനുള്ളത്. അതിന്റെ എല്ലാം കൂടെ വിസ്തീർണം ചേർന്നതാണ് എന്ത്, ഇതിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പൊ ഉപരിതലം എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ഒക്കെ ചേർന്നതായതുകൊണ്ട് ഉപരിതല വിസ്തീർണം എന്ന് പറയുമ്പോൾ എന്താണ്, ഇതെല്ലാം ചേർന്നതാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. 2lb പ്ലസ് bh പ്ലസ് lh. അതായത് lb എന്ന് പറയുന്ന, ഇത് ഇക്വേഷൻ മനസ്സിലാവാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഒരു ഫേസ് ഇതേ അളവിൽ തന്നെ എവിടെ ഉണ്ട്, ഇതിന്റെ താഴെ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്രണ്ടിൽ വരുന്ന ഫേസ് അതേ അളവിൽ തന്നെ എവിടെ വരുന്നുണ്ട്, ആ പിൻഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ ഓരോ ഫേസും എത്ര തവണ വരുന്നുണ്ട്, 2 തവണ വരുന്നുണ്ട്. അപ്പൊ എല്ലാം ഒരു തവണ എടുത്ത് കൂട്ടിയ ശേഷം മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ മൊത്തത്തിലുള്ള വിസ്തീർണം കിട്ടുന്നതാണ്. അതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉപരിതല വിസ്തീർണത്തിന്റെ ഇക്വേഷൻ എന്താണ്, 2 × LB പ്ലസ് BH പ്ലസ് LH. ഇനി വ്യാപ്തമാണെങ്കിൽ നീളം × വീതി × ഉയരം, L × B × H ആണ് വ്യാപ്തം. ഇനി വികർണം ഇതിനുണ്ട്. നമ്മൾ നേരത്തെ സ്ക്വയറിനും റെക്ടാങ്കിളിനും വികർണം വരച്ച പോലെയല്ല ഇതിന് വികർണം വരുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ അതിന്റെ വയർ ഫ്രെയിം ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിന്റെ വയർ ഫ്രെയിം എന്ന് പറയുന്നത്. ഒരു വികർണം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഡിസ്റ്റൻസിലുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് എന്തുദ്ദേശിക്കുന്നത്, വികർണം എന്നുദ്ദേശിക്കുന്നത്. അത് റെക്ടാങ്കിൾ ആവുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് പറയാം, ഈ പോയിന്റുമാണ് ഏറ്റവും അകലെ നിൽക്കുന്നത്, അത് തമ്മിൽ വരച്ചാൽ വികർണം കിട്ടും. അല്ലെങ്കിൽ ഈ പോയിന്റും അകന്ന് നിൽക്കുന്നത് കൊണ്ട് അത് തമ്മിൽ വരച്ചാൽ വികർണം കിട്ടും. ഒരു 3D ഷേപ്പ് ആവുന്ന സമയത്ത് അതിന്റെ വികർണം എന്ന് പറയുന്നത് അതിന്റെ അകന്ന പോയിന്റുകൾ തമ്മിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഇങ്ങനെ വരച്ചാൽ അത് തെറ്റും. കാരണം ഈ പോയിന്റും അല്ല ഇതിന്റെ ഏറ്റവും അകന്നു നിൽക്കുന്ന പോയിന്റുകൾ. അതിനേക്കാൾ അകന്നു നിൽക്കുന്ന പോയിന്റുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു എഡ്ജ് എടുത്താൽ അതിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്ന എഡ്ജ് ഏതാണ്, ഈ എഡ്ജാണ്. അത് തമ്മിൽ കൂട്ടി വരയ്ക്കുന്നതാണ് എന്ത്, ഈ ഒരു കേസിൽ വികർണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ വേറൊരു പോയിന്റ് നോക്കിയാൽ ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും ഇത് തമ്മിൽ കൂട്ടി വരച്ചാൽ കിട്ടുന്നതും എന്താണ്, വികർണമാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു 3D ഷേപ്പിന്റെ വികർണം എടുക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന്റെ ഇക്വേഷൻ എന്താണ്, √L² പ്ലസ് B² പ്ലസ് H² ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് മൂന്നും വെച്ചിട്ടാണ് എന്ത്, ഈ വികർണം കാണുന്നത്. ഓക്കെ, അതിന്റെ ഇക്വേഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഷേപ്പ്, ഇതിപ്പോ ചതുരക്കട്ടയാണ്. ചതുരക്കട്ടയുടെ പ്രത്യേകത ഓരോന്നും ഓരോ ലെങ്ത് ആണ്, പക്ഷെ എല്ലാം ഈക്വൽ ആയി വരികയാണ്. നീളവും വീതിയും ഉയരവും ഈക്വൽ ആയിട്ടുള്ള ഒരു ചതുരക്കട്ടയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സമചതുരക്കട്ട എന്ന് വിളിക്കുന്നത്. അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. 3 വശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചതുരക്കട്ടയ്ക്ക് എന്തൊക്കെയായിരുന്നു, നീളം, വീതി, ഉയരം. ആ 3ഉം ഈക്വൽ ആയി വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, സമചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബ് എന്ന് വിളിക്കും. അതിന്റെ ഉപരിതല വിസ്തീർണം 6a² ആണ്. എങ്ങനെയാണ് വരുന്നത്, ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപരിതലങ്ങളുടെ വിസ്തീർണം. ഉപരിതലം ഇതിനെന്താണ്, ഓരോ വശത്തും എന്താണുള്ളത്, സ്ക്വയറുകളാണുള്ളത്. അങ്ങനെ എത്ര സ്ക്വയറുകളുണ്ട്, 6 സ്ക്വയറുകളുണ്ട്.
അപ്പോൾ ഒരു സ്ക്വയറിന്റെ വിസ്തീർണം a² ആവുമ്പോൾ 6 സ്ക്വയറുകളുടെ വിസ്തീർണം കൂടെ കൂടിക്കഴിഞ്ഞാൽ ടോട്ടൽ വിസ്തീർണം ഉപരിതല വിസ്തീർണമായ 6a² കിട്ടും. ഇത് നമ്മൾ നേരത്തെ വ്യാപ്തം എടുത്തത് എങ്ങനെയായിരുന്നു? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമായിരുന്നു. L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അതേ കാര്യം തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. പക്ഷെ എന്ത് വ്യത്യാസം വരും? നീളവും വീതിയും ഉയരവും എന്ത് തന്നെയാണ്? a തന്നെയാണ്. അപ്പൊ എന്ത് വരും? a³ എടുക്കുന്നത് പോലെയാണ്. അപ്പൊ വ്യാപ്തം എന്തിന്റെ? സമചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബിന്റെ വ്യാപ്തം a³ ആണ്. വികരണം കാണാനുള്ള ഇക്വേഷൻ a√3 ആണ്. അപ്പോ ഇതാണ് ഒരു സമചതുരക്കട്ട. ഓക്കെ, ഇനി സമചതുരക്കട്ടയിൽ നിന്ന് നമ്മൾ അടുത്തത് പോകുന്നത് എന്തിലേക്കാണ്? സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭത്തിലേക്കാണ് പോകുന്നത്. ഇനി വൃത്തസ്തംഭത്തിന് എന്തൊക്കെ അളവുകളാണുള്ളത്? ഒരു വൃത്തസ്തംഭത്തിന് എന്തുണ്ട്? ഉയരം h വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഉയരമുണ്ട്. അതുപോലെ റേഡിയസ് r വെച്ച് ഡിനോട്ട് ചെയ്യുന്ന റേഡിയസ് ഉണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? അതിനും എന്തൊക്കെയുണ്ട്? ഉപരിതല വിസ്തീർണം ഉണ്ട്, വ്യാപ്തമുണ്ട്. ഉപരിതല വിസ്തീർണത്തിന്റെ ഇക്വേഷൻ 2πr ഇൻറ്റു h പ്ലസ് r ആണ്. 2πr ഇൻറ്റു h പ്ലസ് r ആണ് ഉപരിതല വിസ്തീർണമെങ്കിൽ വ്യാപ്തം πr² h ആണ്. ഓക്കെ, πr² h ആണ്. ഇതിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ നേരത്തെ സർക്കിള് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, അതിന്റെ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കണം. നമ്മളത് സിലിണ്ടർ വരുന്ന സമയത്ത് പറയുന്നു പറഞ്ഞു. എന്തായിരുന്നു? ചുറ്റളവ് അല്ല, ഏരിയ πr² ആണ് എന്തിന്റെ? ഒരു സർക്കിളിന്റെ. പക്ഷെ ഇവിടെ വരുമ്പോൾ നോക്കൂ, πr² h എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യാപ്തം കാണാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? ഒരു സർക്കിളും ഒരു സിലിണ്ടറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതൊന്നും ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് അവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു സർക്കിൾ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു സർക്കിൾ ഞാൻ ആഡ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മൾ ആഡ് ചെയ്ത സർക്കിള്. ഓൾറെഡി ഉള്ള സിലിണ്ടർ അവിടെ ഉണ്ട്. അപ്പൊ ഈ സർക്കിളും സിലിണ്ടറും തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സർക്കിളിന് ഉയരം വെച്ചതാണ് എന്ത്? സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതൊരു സർക്കിൾ ആണെങ്കിൽ അതിന് ഉയരം വെച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? അതൊരു സിലിണ്ടർ ആയിട്ട് മാറി. അപ്പൊ സർക്കിളിന്റെ πr² ഒരു ഉയരമായിട്ടുള്ള h വെച്ച് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സിലിണ്ടറിന്റെ വോളിയം കിട്ടും. അതാണ് ഇത് തമ്മിലുള്ള ബന്ധം. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് ചെയ്തത്. ഓക്കെ, അപ്പൊ അടുത്ത ഷേപ്പിലേക്ക് പോകാം. അപ്പൊ വൃത്തസ്തംഭം അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ഉപരിതല വിസ്തീർണവും വ്യാപ്തവും നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത ഷേപ്പ് ഏതാണ്? അടുത്ത ഷേപ്പ് കോണാണ്, അല്ലെങ്കിൽ വൃത്തസ്തൂപിക. കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപികയാണ് അടുത്ത ഷേപ്പ്. അതിനെന്തൊക്കെയുണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സർക്കിളിനുള്ള റേഡിയസ് ഉണ്ട്. അതല്ലാതെ അതിനെന്തുണ്ട്? ഒരു ഉയരം. നേരത്തെ h വെച്ചാണെങ്കിൽ ഇവിടെ നമ്മൾ L വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഉയരമായിട്ടുള്ള L ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഉപരിതല വിസ്തീർണവും വ്യാപ്തവുമാണ് ഇതിനകത്തുള്ളത്. അതിന്റെ ഇക്വേഷൻ πr ഇൻറ്റു L പ്ലസ് ആർ. ഓക്കെ, πr ഇൻറ്റു L പ്ലസ് ആർ എടുത്താൽ ഉപരിതല വിസ്തീർണം കിട്ടും. വ്യാപ്തം കാണാൻ 1/3 πr² h. അതായത് ഒരു സിലിണ്ടറിന്റെ വ്യാപ്തം എത്രയാണോ അതിന്റെ 1/3 ഒരു വൃത്തസ്തൂപിക അല്ലെങ്കിൽ ഒരു കോണിന്റെ വ്യാപ്തം. ഓക്കെ, അപ്പൊ ആ ഷേപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത ഷേപ്പ് ഏതാണ്? ഗോളം അഥവാ സ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഫിയറിനും എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. അത് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഹെമിസ്ഫിയറിനകത്ത് വരച്ച റേഡിയസ് ഇതുപോലെയാണ് അതിന്റെ ഒരു സ്ഫിയറിന്റെ റേഡിയസ് ഉണ്ടാവുക. അപ്പൊ ഒരു സ്ഫിയറിന് എന്തുണ്ട്? റേഡിയസ് ഉണ്ട്. ആ റേഡിയസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത്? ഉപരിതല വിസ്തീർണവും വ്യാപ്തവും കണ്ടുപിടിക്കുന്നത്. ഉപരിതല വിസ്തീർണത്തിന്റെ ഇക്വേഷൻ 4πr². അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. πr² എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിന്റെ ഏരിയ ആണ്. അതിന്റെ 4 ഇരട്ടിയാണ് എന്ത്? ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം. ഓക്കെ, അപ്പൊ 4. നമ്മൾ സാധാരണ PSC വരുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ഗോളത്തിൽ ഒരു പപ്പടം ഒട്ടിക്കുന്ന എത്ര പപ്പടം ഒട്ടിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ എന്താണ്? ഒരു സർക്കിളിന്റെ ഏരിയയുടെ 4 ഇരട്ടിയായിരിക്കും അതേ റേഡിയസ് ഉള്ള ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം. ഇനി വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്താണ്? 4/3 πr³ ആണ്. അതാണ് ഗോളത്തിന്റെ ഇക്വേഷൻ. ഇനി എന്താണ് അടുത്തത്? അർദ്ധഗോളം. അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ ഗോളത്തിന്റെ നേരെ പകുതി എന്നാണ് അർത്ഥം. അപ്പോൾ ഉപരിതല വിസ്തീർണം കാണുന്ന സമയത്ത് നേരത്തെ എന്തായിരുന്നു? 4πr² ആണെങ്കിൽ ഇവിടെ 3πr² ആണ്. സാധാരണ പകുതി ആവുന്ന സമയത്ത് ഉപരിതല വിസ്തീർണവും പകുതി ആവുകയല്ലേ വേണ്ടതെന്ന് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം എക്സ്ട്രാ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്.
അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഷേപ്പ് എക്സ്ട്രാ ഉണ്ട്. ഇതാ ഇവിടെ ഒരു സർക്കിൾ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് പകുതിയാക്കുന്ന സമയത്ത്. അത് കൺസിഡർ ചെയ്ത സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്, ഉപരിതല വിസ്തീർണത്തിൽ ഒരു πr എക്സ്ട്രാ ആയിട്ട് വരുന്നത്. 2πrന്റെ കൂടെ ഈ മേലുള്ള സർക്കിളിന്റെ πrഉം കൂടെ ചേരുന്ന സമയത്താണ് 3πr² വരുന്നത്. ഓക്കെ, വിസ്തീർണത്തിൽ πr അല്ല, πr² ആണ്, ഞാൻ πr എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ 2πr² കൂടെ ഈ മേലുള്ള സർക്കിളിന്റെ πr² കൂടെ വരുന്ന സമയത്ത് എന്ത് വരും, 3πr² വരും. ഇനി വ്യാപ്തമാണെങ്കിൽ നേരത്തെ ഉള്ളതിന്റെ നേരെ പകുതി, 4/3 πr³ പകുതി 2/3 πr³. ഓക്കെ, അപ്പൊ ഹെമിസ്ഫിയറും കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു റിലേഷൻ നമുക്ക് ക്യൂബിനകത്ത് കണ്ടെത്താൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തതുപോലെ, ഇത് ആവശ്യമുള്ള കാര്യമല്ല, ഞാൻ പിന്നെ ആ ഒരു വിഷ്വലി കണ്ടാൽ ഒരു എഫക്റ്റ് വരുന്നത് കൊണ്ട് കാണിക്കുകയാണ്. അതായത് ഒരു സ്ക്വയർ എന്നുള്ളൊരു ഷേപ്പ് ഉണ്ടല്ലോ, സ്ക്വയർ എന്നുള്ളൊരു ഷേപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇതൊരു സ്ക്വയർ ആണ്. ആ സ്ക്വയറും ഈ ക്യൂബും തമ്മിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ നമ്മൾ സർക്കിളും എന്താണ് സിലിണ്ടറും തമ്മിൽ പറഞ്ഞ പോലെ ഒരു ബന്ധമുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ വ്യാപ്തം a³ ആണ്, പക്ഷെ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്, a² ആണ്. അപ്പൊ ഈ ഒരു സ്ക്വയർ എങ്ങനെയാണ് ക്യൂബ് ആവുന്നത്, സ്ക്വയർ ക്യൂബ് ആവുന്നത് അതിന്റെ ഉയരം വരുമ്പോഴാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടോ, സ്ക്വയറിനൊരു ഉയരം വരുന്ന സമയത്താണ് അത് എന്തായിട്ട് മാറുന്നത്, ക്യൂബായിട്ട് മാറുന്നത്. ഓക്കെ, അതാണ് ആ ബന്ധം എന്ന് പറയുന്നത്. അതായത് നേരത്തെ സർക്കിളിന്റെ കാര്യവും സർക്കിളും സിലിണ്ടറും തമ്മിലുള്ള ബന്ധം പോലെ ഒരു റെക്റ്റാങ്കിളും അല്ല സ്ക്വയറും ഒരു ക്യൂബും തമ്മിൽ ബന്ധമുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പോയിന്റ് കൺഫ്യൂഷൻ ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ ലംബകത്തിന്റെ കാര്യത്തിലാണ്. ലംബകത്തിന്റെ ചുറ്റളവ് പറഞ്ഞപ്പോൾ 4 വശങ്ങളും കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പരപ്പളവ് എടുക്കുന്ന സമയത്ത് h×a+b മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി സിയും ഡിയും എടുത്തിട്ടില്ല. അതായത് പരപ്പളവ് എടുക്കുന്ന സമയത്ത് പാരലൽ ആയിട്ടുള്ള 2 വശങ്ങളെ നമ്മൾ എടുക്കൂ. അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക, ഹൈറ്റ് കൊണ്ട് ഗുണിക്കുക. ഇനി അതിനെ 1/2 കൊടുക്കുക, ½ h×a+b. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അത്രയും കൂടി ആവുന്ന സമയത്ത് നമ്മുടെ എന്ത് കഴിഞ്ഞു, നമ്മുടെ ജ്യാമിതീയ രൂപങ്ങൾ കഴിഞ്ഞു.